അമ്മുവിന് സ്വന്തമായി വീടൊരുക്കി അദീബ് ആൻഡ് ഷെഫീന ഫൗണ്ടേഷൻ. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. സ്വന്തമായി വീടൊരുക്കി അദീബ് ആൻഡ് ഷെഫീന ഫൗണ്ടേഷൻ. സെറിബ്രൽ പാൾസി രോഗം ബാധിച്ച് ദുരിതത്തിലായ ചെറുപുഴ ചുണ്ടയിലെ 13 വയസ്സുകാരി അക്ഷര എന്ന അമ്മുവിന് വീടൊരുക്കി പ്രവാസി വ്യവസായിയും അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് MD-യുമായ അദീബ് അഹമ്മദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അദീബ് ആൻഡ് ഷെഫീന ഫൗണ്ടേഷൻ. ഇതോടൊപ്പം ഇവരുടെ ബാങ്കിലുള്ള കടബാധ്യതയും അദീബ് ആൻഡ് ഷെഫീന ഫൗണ്ടേഷൻ ഏറ്റെടുത്തു. രോഗബാധിതയായ അമ്മുവിന്റെ വർഷങ്ങളായുള്ള ചികിത്സയെ തുടർന്ന് ദുരിതത്തിലായ കുടുംബത്തിന് സ്വന്തമായി വീടില്ല എന്ന മാധ്യമ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അദീബ് അഹമ്മദ് ഈ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുവാൻ തയ്യാറായത്. തുടർന്ന് ഫൗണ്ടേഷൻ ഭാരവാഹികളെ ചെറുപുഴയിലെത്തിച്ച് വിവരങ്ങൾ മനസ്സിലാക്കി ഇവർക്ക് വീട് വെച്ച് നൽകുവാനുള്ള ഉദ്യമം ഏറ്റെടുക്കുകയും ചെയ്തു. അമ്മുവിന്റെ ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ കടവും മരപ്പണിക്കാരനായ പിതാവ് സുരേഷ് പരിക്കേറ്റ് ചികിത്സയിലാവുകയും ചെയ്തതോടെ നേരത്തെ നിർമ്മാണം ആരംഭിച്ച ഇവരുടെ വീടിന്റെ പണി നിലയ്ക്കുകയായിരുന്നു. 2024 മെയ് മാസത്തിൽ അമ്മുവിന്റെ ദുരിതത്തെക്കുറിച്ച് വാർത്ത അദീബ് അഹമ്മദിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. 2024 ജൂൺ മാസത്തിൽ നിർമ്മാണ പ്രവർത്തനം അദീബ് ആൻഡ് ഷെഫീന ഫൗണ്ടേഷൻ ഏറ്റെടുത്തു. 2 മുറിയും 1 അടുക്കളയും മാത്രമായി നിർമ്മാണം ആരംഭിച്ചിരുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനം അദീബ് ആൻഡ് ഷെഫീന ഫൗണ്ടേഷൻ ഏറ്റെടുത്തതോടെ കൂടുതൽ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി സിറ്റൗട്ട്, ഹാൾ, അടുക്കള, 3 മുറികൾ, മുന്നിലേക്ക് ഷീറ്റ് കെട്ടി ഇറക്കി വീൽചെയറിൽ കൂടുതൽ സഞ്ചരിക്കുവാൻ കഴിയുന്ന സാഹചര്യവും അതിനോടൊപ്പം ചുറ്റുമതിൽ ഉൾപ്പെടെ നിർമ്മിച്ച വീട് അടച്ചുറപ്പുള്ളതാക്കി മാറ്റുകയും ചെയ്തു. എനിക്കൊരു വയ്യാത്തൊരു മോളുണ്ട്, സെറിബ്രൽ പാൾസി ബാധിച്ചത്. 13 വയസ്സ് കഴിഞ്ഞ മോളാണ്. നമ്മള് 18 വർഷമായിട്ട് ഞങ്ങളുടെ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. നമ്മളിവിടെ ചുണ്ട എന്ന സ്ഥലത്തെത്തുകയും അവിടെ വാടകയ്ക്ക് ബേബിച്ചേട്ടൻ ഓർമാക്കുന്ന വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈതന്യ റെസിഡൻസ് അസോസിയേഷൻകാർ നമുക്ക് 7 സെന്റ് സ്ഥലം വാങ്ങിത്തന്നു. അതിൽ നമ്മൾ ലൈഫിന്റെ പദ്ധതിന്റെ പദ്ധതി വിടുപണിയായി. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വന്നു. ആ വാർത്ത അദീബ് സാറിന്റെയും ഷെഫീന മേഡത്തിന്റെയും മുമ്പിലെത്തുകയും അവർ ആ വാർത്ത കാണുകയും അവര് നമ്മളെ വിളിക്കുകയും നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് ആ വീടിന്റെ പണി പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ആ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഒത്തിരി സന്തോഷമാണ് അതില്. നമ്മൾ അതിന് എന്നും മേഡത്തോട് സാറിനോടും കടപ്പെട്ടിരിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. എവിടെയായാലും മേഡം എന്നാണെങ്കിലും നമ്മുടെ കുഞ്ഞിനെ കാണാൻ വരണം, സാർ കാണാൻ വരണം. ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങൾ പറയേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ മേഡം സാറും വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ മേഡത്തെ സാറിനെ കാണാൻ വരും. എന്നും ഞങ്ങളുടെ ജീവിതത്തിൽ അവർ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെന്നും ഉണ്ടാകും. ജന്മന സെറിബ്രൽ പാൾസി രോഗത്തെ തുടർന്ന് പരസഹായമില്ലാതെ നടക്കുവാനും മറ്റും കഴിയാത്ത സ്ഥിതിയിലാണ് അമ്മുവിന്റെ ജീവിതം. അമ്മുവിന്റെ അമ്മ സുഷമ്മ അടുത്തുള്ള സ്കൂളിൽ ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്ന ജോലിയാണ് ചെയ്തിരുന്നത്. സുഷമ്മയുടെ അമ്മയും ഇവരുടെ കൂടെയാണ് താമസിക്കുന്നത്. അമ്മുവിന് വീടിനകത്ത് ഉൾപ്പെടെ വീൽചെയറിലൂടെ സഞ്ചരിക്കുവാനുള്ള സൗകര്യവും പുതിയ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. നാട്ടുകാർ ഉത്സവാന്തരീക്ഷത്തിൽ ഏറ്റെടുത്ത ഗൃഹപ്രവേശന ചടങ്ങിൽ വെച്ച് അദീബ് അഹമ്മദിന്റെ സെക്രട്ടറി സനീർ PAയും ഫൗണ്ടേഷൻ പ്രതിനിധി വിജു അസീസും ചേർന്ന് വീടിന്റെ താക്കോൽ അമ്മുവിനും കുടുംബത്തിനും കൈമാറി. തുടർന്ന് പാലുകാച്ചി കുടുംബം താമസം ആരംഭിക്കുകയും ചെയ്തു. ചുണ്ട റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ രാജു ചുണ്ട, KV വിശ്വനാഥൻ, NK രാജൻ, NJ ബേബി, വിജേഷ് കണ്ടത്തിൽ തുടങ്ങിയവരും നാട്ടുകാരും സന്നിഹിതരായിരുന്നു. അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് MD അദീബ് അഹമ്മദിന്റെയും പത്നിയും റിസ്കാർട്ട് ഇനിഷ്യേറ്റീവ് ഫൗണ്ടറുമായ ഷെഫീന യൂസഫ് അലിയുടെയും നേതൃത്വത്തിലാണ് അദീബ് ആൻഡ് ഷെഫീന ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത്. പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ, സമ്മാനമായി നേടൂ. ഈ ക്രിസ്തുമസും പുതുവത്സരവും
നിങ്ങളോടൊപ്പം ആഘോഷിക്കുന്നു. ഡിസംബർ 15 മുതൽ മെയ് 30 വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു. കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും. ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ.